നമസ്കാരം. ഏറെ ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ബി.ജെ.പി നേതാവ് ദേവേന്ദ്ര ഫഡ്നവിസിനെ തെരഞ്ഞെടുത്തു. ഫഡ്നവിസ് നാളെ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം മിന്നുന്ന വിജയം നേടിയിരുന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം തർക്കത്തിലായിരുന്നു. ശിവസേന നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ വഴങ്ങാതായതോടെയാണ് അനിശ്ചിതത്വമുണ്ടായത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത ബി.ജെ.പി നേതാക്കൾ ഇടപെട്ടതോടെ ഷിൻഡെ അയഞ്ഞു. മഹായുതിയുടെ വൻ വിജയത്തിന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായത്. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ഫഡ്നവിസ് ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ടു. ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിൻഡെ, NCP നേതാവ് അജിത് പവാർ എന്നിവരുമായി ഫഡ്നവിസ് കൂടിക്കാഴ്ച നടത്തി. ബി.ജെ.പി നിയമസഭാംഗങ്ങളുടെ യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്നും ബി.ജെ.പിയുടെ 132 MLA-മാരുടെ പിന്തുണയില്ലാതെ താൻ ഇവിടെ ഉണ്ടാകില്ലെന്നും ഫഡ്നവിസ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും ബി.ജെ.പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ മഹാരാഷ്ട്രയിൽ വികസനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഏക് ഹൈ ടു സേവ് ഹൈ മുദ്രാവാക്യമാണ് മഹായുതിയുടെ വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിയുടെ കോർ കമ്മിറ്റിയാണ് ഫഡ്നവിസിന് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. 288-ൽ 230 സീറ്റുകളും മഹായുതി സഖ്യം നേടിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ സഖ്യത്തെ നയിച്ചത് ഷിൻഡെയാണെന്നും മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരണമെന്നും ശിവസേന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മത്സരിച്ച 148 സീറ്റിൽ 132-ലും വിജയിച്ച ബി.ജെ.പിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയെന്നും ബി.ജെ.പി നേതാക്കൾ വ്യക്തമാക്കി. സർക്കാർ രൂപീകരണത്തിന് താനൊരു തടസ്സമാകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും ഷിൻഡെ പറഞ്ഞു. നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ ബി.ജെ.പിക്ക് നിലവിൽ സഖ്യകക്ഷികളിൽ ഒന്നിന്റെ പിന്തുണ മാത്രമേ ആവശ്യമുള്ളൂവെന്നതും നേട്ടമായി. NCP നേരത്തെ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതോടെ ശിവസേന ഇല്ലാതെയും സർക്കാർ രൂപീകരിക്കാമെന്ന നില വന്നു. ഇതിൽ കൂടുതൽ മസിൽ പിടിച്ചു നിന്നാൽ മുന്നണിയിൽ നിന്നു തന്നെ പുറത്തു പോകേണ്ട സ്ഥിതിയാകും എന്ന് വന്നപ്പോഴാണ് ഷിൻഡെ അയഞ്ഞത്. അതോടെ രണ്ടാഴ്ച നീണ്ടുനിന്ന അനിശ്ചിതത്വം മാറി. ദേവേന്ദ്ര ഫഡ്നവിസിന്റെ രണ്ടാം ഊഴം എങ്ങനെയാവുമെന്ന് കാത്തിരുന്നു കാണാം.